അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അരവിന്ദ്. അശോക്, എത്ര പറഞ്ഞാലും അവൻ മനസ്സിലാക്കുന്നില്ല. ഞാൻ അമ്മയോട് തന്നെ സംസാരിക്കും എന്ന് പറഞ്ഞല്ലോ. നിനക്ക് എന്തിനാണ്? എന്താണ് ഇയാൾ ഞാൻ ഗർഭിണിയാണെന്ന് ശ്രദ്ധിക്കുന്നില്ല? ഓട്ടിയിരുന്നേ. എന്റെ അമ്മ പറഞ്ഞത് കേൾക്കാൻ എനിക്ക് ശക്തി വേണം. ഹായ് മാരം. ഹായ്. ടാബ്ലറ്റ് തരാമോ? എന്താണ് മാരം വീണ്ടും ആ പ്രശ്നം? കാത്തിരിക്കുക. ഇതാ ഞാൻ ടാബ്ലറ്റ്. താങ്ക് യു. മാഡം, എനിക്ക് ഒരു ഫോൺ കോൾ ലഭിച്ചു. ഹലോ മാഡം. ഹലോ ഹലോ മാഡം. പോയി. ഇപ്പോൾ എങ്ങനെയുണ്ട്? എന്താ കുട്ടി, ഫോൺ കട്ട് ചെയ്തു? ശരി അല്ലേ? എന്താണ് സംഭവിച്ചത്? അമ്മ ഞാൻ ഉണ്ടല്ലോ. എന്തെങ്കിലും പറഞ്ഞാൽ മതി, ചെയ്യാം അല്ലേ? ഒരു ഗുളിക കൃത്യമായി എന്താണ്? ഇപ്പോൾ കാലത്തെ കുട്ടികൾ ഒന്നും പറയുന്നില്ല, എല്ലാം മനസ്സിൽ തന്നെ ഒളിപ്പിക്കുന്നു. ഓ ശരി. അറിയിക്കുക. ഫോൺ ചെയ്യണോ വേണ്ടേ? ശരി, ചെയ്യാം. നമ്മൾ ചെയ്തത് ഉയർത്തിപ്പിടിക്കാം. ഞാൻ അമ്മയാണ്. നിങ്ങൾ ആരാണ്? ആന്റി ആന്റി ആന്റി. ഞാൻ അരവിന്ദ് ആന്റി. നിങ്ങളുടെ പെൺകുട്ടിയെ സ്നേഹിച്ചവനാണ്. വയറുണ്ടാക്കിയത് ഞാൻ തന്നെയാണ്. എന്താണ് നീ വിചാരിക്കുന്നത്? അതായത് ആന്റി. അതുകൊണ്ടാണ് എന്റെ ഫോൺ എടുക്കാത്തത്. മാപ്പ് ആന്റി. എന്താണ് സംസാരിക്കുന്ന കുട്ടാ? മടിച്ച കുട്ടി. പ്രേമിച്ച പെൺകുട്ടി അങ്ങനെ ചെയ്യാമോ? പറയൂ കുട്ടാ. അതെ, നമ്മൾ നിർബന്ധം വെച്ചാൽ ഞാൻ സംസാരിക്കും അല്ലേ? അതുമായി എന്തിനാണ് കുട്ടാ നിനക്ക്? സത്യത്തിൽ പറയേണ്ടതാണെങ്കിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നമ്മൾ അങ്ങനെയാണ്. എന്ത്? നീ എന്നെ സ്നേഹിക്കുന്നില്ല കുട്ടാ? പ്രിയയുടെ സെല്ലിൽ നിങ്ങളുടെ ഫോട്ടോ കണ്ടു ആന്റി. അന്ന മുകിൽ എന്റെ മനസ്സിലേക്ക് മാറി. നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞാലോ വളരെ പൂർണ്ണമാക്കുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പറയൂ. നീ എന്താണ് പറയുന്നത് കുട്ടാ? എന്തുണ്ട് വിശേഷം? ഞാൻ സ്നേഹിച്ചത് നിന്നെയാണ്. നാളെ ഞാൻ വിവാഹിതനാകും. ഞാൻ പറഞ്ഞതിനാൽ സന്തോഷിക്കണോ? എന്റെ മകളുടെ ജീവിതം എങ്ങനെയാകും? അതിനായി ആശങ്കപ്പെടാൻ എന്തും മനസ്സിലാകുന്നില്ല. എങ്കിലും പ്രിയ എവിടെയാണ്? അവളുടെ മുറിയിലാണ്. നിനക്ക് ഒരു മുറിയുണ്ടോ? ഇതാ ആന്റി. ആദ്യം നമുക്ക് കാണാം, പിന്നീട് പ്രിയമായി ഞാൻ സംസാരിക്കും. ഓക്കെ ഓക്കെ ആന്റി. ശരി. ഒരു കല്ലിൽ രണ്ട് പക്ഷികൾ. ഹരി ബാബുവിനെ വിളിക്കൂ. എന്ത് ഭാഗ്യം തന്നു. നന്ദി, വളരെ നന്ദി. കോന്ന. നീ അങ്ങനെ സ്വിച്ച് ഓഫ് ആയി ഇരിക്കൂ. ഉടൻ തന്നെ റീചാർജ് ചെയ്യൂ.
അപ്പോഴേക്കും പറയുകയായിരുന്നു. അത്ഭുതം തന്നെയാണ്. പ്രേമം പോയി. ഇടയിൽ ഇവിടെ ഒന്ന് ഇൻസർച്ച് വേണം. കൂടുതൽ മരിക്കും. ഒരു ഇമേജ് എന്തോ ചെറിയതോ. ഓട്സ്, അരവിന്ദ് ഫോൺ ചെയ്തു. അമ്മയെ ഫോൺ ചെയ്യണം. അമ്മേ. അരവിന്ദ് ഫോണിൽ വിളിച്ചു. എന്താണ് സംസാരിക്കുന്നത് അമ്മ? അരവിന്ദ് ഫോൺ ചെയ്തു. എന്തെങ്കിലും ഉണ്ടോ? ആദ്യം എല്ലാം പറഞ്ഞു. ഞാൻ പോകുന്നു. നീ ചോദിക്കൂ. എന്തെങ്കിലും സംസാരിച്ച് ഒന്ന് കൊണ്ടുവരാം. ശരിയാണോ? അത് ശരി അമ്മ. അതാണ് നമ്പർ. പെൺകുട്ടി. ഇതോടെ എനിക്കിനി ഗ്ലാസുകൾക്ക് മുമ്പേ അമ്മയാകാനുള്ള അനുഭവം നേടാം. ഒരു കല്ലിൽ 2 പക്ഷികൾ എന്നത് അത്ര നല്ലതാണ്. ഹലോ ആൻറ്റി. എന്താ ഇത്രയും വേഗം വന്നോ? 1 മണിക്കൂർ വൈകി എന്ന്. എന്താ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ? അത് അല്ല ബാബു, 110 മിനിറ്റ് കാത്തിരിക്കുക. നിങ്ങൾക്ക് സിജുവാനെ മനസ്സിലാകും. മുൻപേ ഫ്രൈ ചെയ്യണം. അതിനുശേഷം സംസാരിക്കാം. ഒരിടത്തും പോകുന്നില്ല അല്ലേ? ആദ്യം എന്റെ മകളെ വിവാഹം കഴിക്കുമോ ഇല്ലയോ അത് പറയൂ. പക്ഷേ ഞാൻ സ്നേഹിച്ചത് നിന്നെയല്ലേ? കുട്ടികളെ കൊണ്ട് പോലും നിന്നോടല്ലേ? അത് എങ്ങനെയാണ് മാറിയത്? നിങ്ങളാണ് പറയേണ്ടത്. എനിക്ക് അത് വേണം. നിനക്ക് സ്വാഗതം. നിയമപരമായി എങ്ങനെയോ തോന്നുന്നു. അപ്പോഴേക്കും കുറച്ച് കാത്തിരിക്കുക. കാരണം അതിന് വന്ന പോലെ മകൻ എനിക്ക് വന്നാൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കും. നമുക്ക് മൂവരും സന്തോഷത്തോടെ ജീവിക്കാം. ശരി അമ്മേ. ആ വാക്ക് പറഞ്ഞത് സൂപ്പർ. ഇപ്പോൾ ആന്റി റേഡിയോയിൽ വരുന്നു. പ്രോഗ്രാം ആരംഭിക്കാം. ഇപ്പോൾ കാലത്തെ യുവാക്കൾ എന്തിനാണ് എന്ത് ചെയ്യുന്നതെന്ന് അറിയാൻ കഴിയുന്നില്ല. പറയാമോ? നീ ദൂരം എത്തി. വരുന്നു. എന്തെങ്കിലും കഴിച്ചോ? എന്താണ് അത്? നീ ഭക്ഷണം കഴിച്ചോ ഇല്ലയോ എന്ന് എന്നോട് ചോദിക്കുകയാണോ? മേപ്പാൽ കുടിക്കരുത്. ശരി, ഫോൺ വെച്ച് വരിക. ഇനി എന്ത്? എല്ലാം ഒക്കെയാണോ? ഞാൻ ആന്റി അല്ലേ? എന്റെ ഫോട്ടോ കണ്ടിട്ടാണ് നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടത്. ഇത് എവിടെയുടെ പ്രേമമാണ് സുലു? അതെ, അങ്ങനെയല്ലേ സ്നേഹം? അപ്പാ അപ്പപ്പാ പാടു ലാലിപപ്പ്.
കമാശ രയമേ എന്ന് കരുതിയിരുന്നു. അടുത്ത് തന്നെ ജോലിയുമുണ്ട്. അതുകൊണ്ടാണോ അതിന്റെ അമ്മ അത്ര വേഗത്തിൽ ചെയ്യുന്നത്? നന്ദി ആൻറ്റി. ശരി ശരി. റേഡിയോ ഇപ്പോഴേക്ക് ഒറ്റക്കാണ്. അവിടെ പൈഗാബാദിൽ ആണ്. ശരിയാണോ? ശരി, ഞാൻ തയ്യാറാകുന്നു. അതെ. അമ്മ വന്നതുപോലെ തോന്നുന്നു. മാഡം, അവർ അവിടെ തന്നെയുണ്ട്. അത് പോസ്റ്റ് ചെയ്താൽ എന്നെ വിളിക്കും. അങ്ങനെ അമ്മ മരിക്കുന്നു. മാഡം, പേപ്പർ അവിടെ വെക്കൂ. എല്ലാം പറയണോ? ഇല്ലെങ്കിൽ ഇവിടെയുള്ള കുട്ടികൾ താവോ. നമുക്ക് കറണ്ട് ബിൽ. ഞാൻ എന്തിനാണ് കരയുന്നത്? കറണ്ട് ബിൽ എങ്ങനെ അടയ്ക്കാം? യെസ്. എന്താണ്? അംബിക വരാനില്ല. വളരെ സമയമായി. അരവിന്ദും വരാനില്ല. അകത്ത് വരൂ. എന്താണ് ചെയ്യുന്നത്? വൈകിയോ? തമ്മ ഇതാണ് വരുന്നത്. അല്പം രാമ. ആൺകുട്ടിയോട് എല്ലാം പറഞ്ഞു. എൻ വെങ്കടാചലയ്യ ഒരു ബൈ. ഇനിയും മറ്റൊരാൾ നിന്റെ മുന്നിൽ വന്നല്ലോ. പെൺകുട്ടി തന്റെ സുഹൃത്ത്. ഇത് അരവിന്ദല്ല. നിനക്ക് വട്ടാണ്. ഞാൻ കാപ്പി കൊണ്ടുവരാം. ആൻറ്റി പുറത്തു വരാത്തതല്ലേ? അവിടെ പേര് എടുത്തു കളയുക. ഞാൻ നിന്നെ വിവാഹം കഴിക്കും എൻ്റെ പ്രിയേ. എൻ്റെ മനസ്സിൽ എന്താണ് എന്നാലും പ്രിയ തന്നെ. പക്ഷേ പറയാൻ പേടിയാണ്. പക്ഷേ പേടിയേക്കാൾ മുൻപ് ഞാൻ പ്രണയിച്ചു. കാണ പ്രിയ. അവൻ അത്ര നല്ലവണ്ണം പറഞ്ഞു. അവയെ സത്യമാണ്. അമ്മ വഞ്ചിക്കുന്നവനേക്കാൾ സ്നേഹിക്കുന്നവനാണ് ശരി. അപ്പോൾ ശരി. നാളെ പോയി അവിടെ എന്ത് ചെയ്യും? ഞാൻ നിങ്ങളെ രണ്ടുപേരെയും വിവാഹം കഴിക്കും. മിസ്റ്റർ മമ്മി, കാഫി എടുക്കൂ. കുറച്ച് വെള്ളം കൊണ്ടുപോകും. ശരി അമ്മ. സാരി അമ്മായി. നീയും എനിക്കുള്ളതല്ലേ? നിങ്ങൾക്ക് അറിയാം. അവർക്കാണ് ഇത്തരത്തിലുള്ള ചിന്തകൾ വരുന്നത്. എന്തോ, പക്ഷേ എനിക്ക് 2 പേരെ വേണം. അതുകൊണ്ടാണ് നിനക്ക് ഉന്മേഷം തോന്നിയില്ലെങ്കിൽ പോലും ഞാൻ നിനക്ക് വേണ്ടി കല്യാണത്തിന് ഒക്കെ പറഞ്ഞു. അതിനാലാണ് ഞാൻ വായ് അടച്ചിരുന്നത്. നന്ദി. ശരി, അത് കാണും. വീണ്ടും 7ാം തവണ തുടങ്ങും. ഹൊസൂരിയാട. ഇതാ അമ്മ. അത്